ഹലോ എവ്രി വൺ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊക്കെ ഇഷ്ടമല്ലേ മഴവില്ല് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മഴവില്ലിനെ നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയിലേക്കൊന്ന് കൊണ്ടുവന്നാലോ? അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ കോട്ടൺ റോപ്സ് വെച്ചിട്ടാണ് റെയിൻബോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു 6 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓൾറെഡി. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ എൻഡൊക്കെ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കഴിയുമ്പോഴേ നമ്മൾ ആ സെല്ലോ ടേപ്പ് നീക്കുള്ളൂ. പിന്നെ ഞാനിവിടെ ഒരു 6 കളറിൽ വൂലൻ നൂലെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കയറിനെ ഒന്നിങ്ങനെ ഷേപ്പാക്കി എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കയർ പീസസിനെ ഒന്നിങ്ങനെ ഷേപ്പാക്കി വെച്ചിട്ട് ഒരു മാർക്കറോ പെൻസിലോ വെച്ചിട്ട് ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഒരു 5 സെൻറ്റിമീറ്റർ മേലെ ആയിട്ട് ഇങ്ങനത്തെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈൻ നമ്മൾ എവിടെയാണോ ലൈൻ വരച്ചത് അവിടെ തൊട്ടിട്ട് നമ്മൾ വൂലൻ നൂല് ചുറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ കെട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ടൈറ്റായിട്ട് നിന്നോളൂ കേട്ടോ. പിന്നെ ഗ്യാപ്പ് വരാതെ നമ്മൾ ഈ കയറിന് ചുറ്റും ഈ വൂലൻ നൂലൊന്ന് ചുറ്റി കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതായത് ഇപ്പോൾ സ്പീഡിൽ ഇതിൽ വീഡിയോയിൽ സ്പീഡ് കാണുന്നതാണ്, പക്ഷെ ഇത് കുറച്ച് നല്ലോണം ടൈം എടുത്തോ ചെയ്യാൻ. ഇനി നമ്മളിതാ അടുത്ത മാർക്ക് ചെയ്ത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ എല്ലാ കളേഴ്സും ഇതുപോലെ ചുറ്റി റെഡിയാക്കി വെക്കുക. ഇപ്പം എല്ലാ കളേഴ്സും ഞാൻ റെഡിയാക്കി. നമ്മളിനി ഇത് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതൊക്കെ ഒന്ന് വെച്ച് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലൊന്ന് നന്നായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൈകൊണ്ട് ബെൻഡ് ചെയ്തെടുക്കുക. പിന്നെ എക്സ്ട്രാസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് അതേ ഷേപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ 2 റോപ്പിന് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വേണം നമ്മൾ ഈ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് വേഗം ഡ്രൈ ആയിട്ട് വരും, പിന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പോർഷനിൽ നമ്മൾ സെല്ലോ ടാപ്പ് ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്തിട്ട് ഇവിടെയുള്ള നൂലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വിടുക. കൈകൊണ്ട് നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നല്ല ഒരു ഭംഗിയിൽ ചിക്കി വെക്കുക അതിന്. അതിന് 2 സൈഡിൽ ഇതേപോലെ ചെയ്യുക. പിന്നെ ഇതിൽ എക്സ്ട്രാസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയണം നമ്മൾ. ഇനി ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ത്രെഡ് എടുത്തിട്ട് അത് ഗ്ലൂ ഗൺ വെച്ച് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ 2 സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളിത് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അല്ല ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ റെയിൻബോ റെഡിയായി. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വെക്കാനോ കുട്ടികളുടെ റൂമിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching. Bye.